നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് ബി. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 19-ന് മുഖ്യമന്ത്രിയുടെ പേര് BJP പ്രഖ്യാപിച്ചേക്കും എന്നാണ് കിട്ടിയ പുതിയ വിവരം. ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷമാണ് BJP ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ പേര് വെളിപ്പെടുത്താൻ പോകുന്നത്. ഫെബ്രുവരി 20-ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 48 BJP നിയമസഭാ അംഗങ്ങളിൽ നിന്ന് 15 പേരുകൾ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ 9 പേരുകൾ നിർണായക സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തികളുടേതാണ്. മുഖ്യമന്ത്രി, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ, സ്പീക്കർ എന്നീ സുപ്രധാന പദവികളിലേക്കാണ് ഈ 9 പേരുകൾ പരിഗണിക്കുന്നത്. എന്നാൽ ആരൊക്കെയാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. അതിനായി ചർച്ചകൾ നടന്നിരുന്നു. ഡൽഹിയിൽ BJPയുടെ ഉന്നതതല യോഗങ്ങൾ ഒട്ടേറെ നടന്നുവെങ്കിലും ആരാണ് രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇടയ്ക്ക് ഡൽഹിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതകൾ ഒക്കെ തെളിഞ്ഞിരുന്നു. 4 വനിതകളെ ഇതിനായി പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. തീരുമാനം വൈകുന്നതിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രി നാട്ടിലെത്തിയ സാഹചര്യത്തിൽ ഇനി തീരുമാനം വൈകില്ലെന്നാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വനിതാ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാര കസേരയിൽ ഇരിക്കുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു ചോദ്യം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ AAPയെ മലർത്തിയടിച്ചുകൊണ്ടായിരുന്നു BJP ജയം സ്വന്തമാക്കിയത്. ആകെയുള്ള 70 സീറ്റുകളിൽ 48 എണ്ണവും BJP നേടുകയായിരുന്നു. 2 വട്ടം അധികാരത്തിൽ ഇരുന്ന AAP ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇക്കുറി BJP അധികാരം പിടിച്ചെടുത്തത്. 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ BJP ഭരണത്തിന് ഒരുങ്ങുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.